ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. നമ്മള് 1K ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 994 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു 5-6 പേര് കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാമിലിനെ നമുക്കൊരു ബിഗ് ഫാമിലി ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഒരിക്കലും കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് കേട്ടോ. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചതിന് ഒരു നന്ദിയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ഇത്രയും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു വ്ളോഗ് രൂപത്തിലാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഇതാ മീനാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ മീനായിട്ട് മത്തി ഉണ്ട്, അതുപോലെ തന്നെ വത്തലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ വത്തൽ എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതാ മീനൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ മീൻ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാത്രം നല്ല ഉപകാരമുള്ള ഒരു പാത്രമാണ് കേട്ടോ. അതിന്റെ ഒരു വശത്ത് അങ്ങനെ അരിപ്പ പോലെ ഹോൾസ് ഉള്ള ഒരു ഭാഗവും ഒരു വശത്ത് ഒരു പാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ കേട്ടോ വരുന്നത്. നല്ല സുഖമാണ് നമുക്ക് ഇങ്ങനെ മീൻ കഴുകാനും അതുപോലെ അരി, പച്ചക്കറി, നമുക്ക് ഫ്രൂട്ട്സ് എന്തോ ഇനി നമ്മൾ ഇനി കഴുകിയിട്ട് വെള്ളം ചോർത്തി വെക്കാനും തന്നെ ഈ ഒരു പാത്രം നല്ല ഉപകാരമാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അരിയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ്. നമ്മൾ ഈ ബസ്മതി റൈസ് അങ്ങനത്തെ അരിയൊക്കെ വാർത്ത് വെച്ചിട്ട് ചെയ്യേണ്ട റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പാത്രം നല്ല ഉപകാരമാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മീൻ കഴുകിയതുകൊണ്ട് ആ സിങ്കും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാൻ ചില സമയത്ത് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അതിലേക്ക് നാരങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരതി കൊടുത്ത് അങ്ങനെയൊക്കെ വൃത്തി. അപ്പൊ ഒരു നാരങ്ങന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു മീനിന്റെ ആ ഒരു പച്ചവാസനൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ലൊരു ഫ്രഷ് ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പൊ ചുറ്റുവശത്തായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചോറ് ഊറ്റാണ്. ചോറ് വെച്ചിട്ടുള്ളത് റൈസ് കുക്കറിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ പറഞ്ഞു വിടും. പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ചോറ് ഒക്കെ ഊറ്റിയത്. കാരണം ഇപ്പൊ പൊതുവെ മഴയാണല്ലോ, അപ്പൊ പിന്നെ ആ ഒരു ചൂട് പോവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കാറുള്ളത്. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഇനി ഊറ്റിയിട്ട് മാറ്റി വെക്കാണേ.
ഇനി ഇതാ വത്തൾ മീൻ പൊരിക്കാനും മത്തി കറി വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാണ്. അപ്പൊ ഞാൻ ഈ റെഡിയാക്കുന്ന തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനും വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വത്തളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കണം. അപ്പോഴാണ് കേട്ടോ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുക. പിന്നെ ഫിഷ് മസാല ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഫിഷൊക്കെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സമയം ഒന്ന് അതിൻ്റെ ആ ഒരു മസാല പിടിക്കാനും വേണ്ടിയിട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ ഓവർ വെള്ളം ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മസാല തിക്കാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് എക്സ്ട്രാ വെള്ളമോ അതുപോലെ സുർക്ക അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചേർത്ത ആ ഒരു വിനാഗിരി തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ മത്തിയാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് മത്തി കറി വെക്കുന്നതിൽ പുളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. പുളി ഉപയോഗിക്കാതെയാണ് ഇന്ന് മത്തി കറി വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇതെല്ലാതും കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ. ആ ഞെരടി എടുക്കുന്ന ആ ഒരു നീരുണ്ടല്ലോ അതുകൂടെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നതിൽ അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ നേരത്തെ അവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു രൂപത്തിൽ തന്നെയാണ് കേട്ടോ മീൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ചിലരൊക്കെ ഓയിലിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ സാധാ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അത് വെച്ചിട്ട് ഒരുപാട് ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചിലരുണ്ട് ഒത്തിരി ചേർത്ത് കൊടുക്കണം. അതിനെക്കാട്ടും കുറച്ചൊക്കെ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ആ ഒരു കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു കറീൻ്റെ ഒരു വാസനയൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുളി ഒഴിവാക്കിയത് ഇതിലേക്ക് നല്ലത് പുളി ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളി ഒഴിവാക്കുന്ന വെച്ചാൽ ഇവിടെ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ പുളി ഒഴിവാക്കുന്നത്. അവർക്ക് പുളിയൊന്നും പറ്റൂല. അപ്പോൾ ആ ഒരു തരത്തിൽ പുളി ഇല്ലാതെയാണ് ഇന്ന് ഞാൻ മീൻ കറി വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് തക്കാളി മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങനെ റെഡിയാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇനി കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പിന്നെ മത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. പഞ്ഞീനൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഈ ഒരു തക്കാളിൻ്റെ പുളിയാണെന്നുണ്ടെങ്കിലും മത്തിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു മീനുണ്ടല്ലോ അത് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം മീനൊക്കെ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മീൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. ഉമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ കുറച്ച് ചക്ക ഒക്കെ മക്കളൊക്കെ വരുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ചുളപ്പറിച്ച് അവിടെ എടുത്തു വെക്കുകയാണ്.
അപ്പൊ നല്ല മഴയുള്ളതായിട്ടാണോ അറിയില്ല, ചക്ക ഒന്നും ഇപ്പൊ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അധികം വെള്ളം കുടിച്ച പോലെയാണ് കേട്ടോ ചക്ക ഒക്കെ കഴിക്കും. എന്നാലും നമ്മൾ ചക്ക അങ്ങനെ പൊതുവെ നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാനിതാ ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇതാ നമ്മൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വത്തള് കിട്ടും. പിന്നെ ഇപ്പൊ എന്താ പറയാ, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.